ഓരോന്ന് സങ്കൽപ്പിക്കുകയും അത് സാധ്യമാക്കി തരികയും ചെയ്യുന്നു. അത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഈ ഭാഗത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭഗവാൻ എന്തു പറഞ്ഞാലും അമ്മ കാളിമാതാവ് അതേപടി നടത്തിക്കൊടുക്കും. ഒരിതും വ്യത്യാസമില്ല, അതേപടി. അപ്പൊ നോക്കൂ, അങ്ങനെ ഓരോ അതിൻ്റെ ഒരു 4-5 ഉദാഹരണം ഭഗവാൻ പറയുന്നുണ്ട്. അതിൽ രസകരമാണ് ആ ഉദാഹരണം. ആ ഉദാഹരണം നോക്കിയാൽ ഭഗവാൻ പറയുന്ന അതിനകത്ത് പറഞ്ഞ ഒരു ഭാഗം, പഞ്ചവടിയിൽ, ആ ദക്ഷിണേശ്വരത്ത് അന്ന് ആ ഭഗവാന്റെ ആ മുറിയുടെ അടുത്ത് പഞ്ചവടിയിൽ ഞാനൊരു തുളസി തോട്ടമുണ്ടാക്കി. ജപവും ധ്യാനവും ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ആ തുളസിത്തോട്ടം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ചുറ്റിനും മുള കൊണ്ടൊരു വേലി കെട്ടിയാൽ അത് സംരക്ഷിക്കപ്പെടുമെന്നൊരാഗ്രഹമുണ്ടായി. കാര്യം കയ്യിൽ മുളയുമില്ല, വേലിയുമില്ല, ഒന്നുമില്ല. അപ്പം തുളസിത്തോട്ടം ഉണ്ടാക്കിയപ്പോൾ അത് ആടുമാടുകൾ കയറി നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി മുള കൊണ്ടൊരു വേലി ഉണ്ടാക്കിയെങ്കിൽ അത് സംരക്ഷിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ കരുതി. ഞാൻ എന്ന് പറയുക ഭഗവാൻ കരുതി. ഭഗവാൻ തന്നെ പറയുകയാണ് മാസ്റ്റർ മഹാശയനോട്, ഞാൻ അങ്ങനെ കരുതി. പെട്ടെന്നാണ് ആ ഗംഗാനദിയിൽ വേലിയേറ്റമുണ്ടാകുന്നത്. ആ വേലിയേറ്റത്തിൽ ഒരു കെട്ട് മുള ഒഴുകി വരികയാണ് ചെയ്യുന്നത്. ഇത് ഭഗവാൻ തന്നെ മാസ്റ്റർ മഹാശയനോട് പറയുന്നു. ഒരു കെട്ട് മുളയും, മുള മാത്രമല്ല, കുറെ കയറും. ഒരു വേലി കെട്ടാൻ ആവശ്യമായ എല്ലാം ആ വേലിയേറ്റത്തിലൂടെ ഗംഗാനദിയിലൂടെ ഒഴുകി വരികയും ആ വേലിയേറ്റം വന്ന് ഈ കരയിലേക്ക് അടിക്കുമ്പോൾ ഈ മുളയും കയറും എല്ലാം കൂടെ ഭഗവാൻ എവിടെയാണോ വേലി കെട്ടണം എന്നാഗ്രഹിച്ചത് ആ സ്ഥലത്ത് വന്ന് ഇത് ആ മുളയും കയറും വീഴുകയാണ്. ആരോ കൊണ്ടുവച്ച പോലെ. ഭഗവാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരവസ്ഥ ദേവിയോട്, അമ്മയോട്, കാളിമാതാവിനോട് എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നിപ്പോയാൽ ആ അമ്മ മകൻ്റെ ആഗ്രഹം അപ്പം നടത്തി കൊടുക്കും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, എനിക്ക് ഈ അവസ്ഥ വന്നതിന് ശേഷം എനിക്ക് പൂജിക്കാൻ പോലും പറ്റാതായി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എന്നെ ആര് നോക്കും? തന്നെത്താൻ കൊണ്ടു നടക്കാനുള്ള ശക്തി എനിക്കില്ല. ഭഗവാൻ തന്നെ അമ്മയോട് പറഞ്ഞതാണ്. എന്നെ